അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് നാളെ ഷൂട്ടിങ്ങിൽ കാണാം. നീ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ, ഞാൻ ടൈമിൽ വന്നോളാം. അയ്യേ എന്ത് ബോറ എന്താ സൗണ്ട്. ഒരു കാര്യം ചെയ്യാം, ഡിലീറ്റ് ചെയ്തേക്കാം. ഈ ഫോണേ മാറ്റേണ്ട ടൈമായെന്ന് തോന്നണത്. അല്ലെങ്കിൽ ഇതിന് മൈക്കിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കും. എന്റെ വോയിസ് എന്താ ഇത്ര മോശം? നേരിട്ട് കേൾക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എന്റെ വോയിസ് നല്ല നൈസാണ്. പക്ഷെ എന്താ വോയിസ് റെക്കോർഡിംഗിൽ ഇങ്ങനെ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നേരിട്ട് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വോയിസ് റെക്കോർഡിംഗിൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അല്ലെ? റെക്കോർഡ് ചെയ്ത് നമ്മൾ കേൾക്കുന്ന വോയിസ് ആണോ അതോ നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ കേൾക്കുന്ന വോയിസ് ആണോ? ഏതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വോയിസ്? നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു വോയിസ് സന്ദേശം അയക്കുന്ന നേരത്ത് എത്ര പ്രാവശ്യം നിങ്ങൾ വോയിസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്? വോയിസിന്റെ മാധുര്യം കൂട്ടിയും കുറച്ചും, ഒന്ന് സ്പീഡ് കൂട്ടിയും കുറച്ചും എല്ലാം മാറ്റി മാറ്റി നമ്മൾ പറഞ്ഞു നോക്കാറുണ്ട്. അതെല്ലാം നമ്മുടെ വോയിസിനെ കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്നിട്ടും വോയിസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ നേരിട്ട് പറയുന്നതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ വോയിസ് ആണ് നമ്മുടെ റെക്കോർഡിംഗിൽ കേൾക്കാറ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴേ രണ്ട് രീതിയിലാണ് ചെവിയിലെത്തുന്നത്. ഒന്ന് എയറിലൂടെ പാസ് ചെയ്തിട്ട്, മറ്റൊന്ന് നമ്മുടെ സ്കൾ ആൻഡ് ജോ ബോൺസ് വഴി ഇന്നർ ഇയറിലേക്കുമാണ് എത്തുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ചെവിയിലോട്ട് എത്തുന്ന വോയിസ് സ്കൾ ആൻഡ് ജോ ബോൺസിലൂടെ കടന്നാണ് എത്തുന്നത്. എന്നാൽ എയറിലൂടെ പാസ് ചെയ്താണ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ശബ്ദം ഏൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്ത് അത് പിന്നീട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അത് വ്യത്യസ്തമായും, എന്നാൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് മറ്റൊരു രീതിയിലും കേൾക്കാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെയല്ല നമ്മളെ മറ്റുള്ളവർ കേൾക്കുന്നത് എന്നർത്ഥം. നമ്മൾ കേൾക്കുന്ന നമ്മുടെ സ്വന്തം ശബ്ദം നമുക്ക് ഭയങ്കര സ്വീറ്റായും ഭയങ്കര ഡീപ്പറായും ഭയങ്കര സോഫ്റ്റ് ആയിട്ടും ഒക്കെ ഫീൽ ചെയ്യും. എന്നാൽ അറ്റ് ദ സെയിം ടൈം വായുവിലൂടെ ട്രാവൽ ചെയ്ത് മറ്റുള്ളവർ കേൾക്കുന്ന ശബ്ദമോ അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡിങ്ങിൽ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദമോ കുറച്ചുകൂടി ഷാർപ്പനും അൺഫെമിലിയറുമായി മാറും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ വോയിസ് തിരിച്ചു കേൾക്കുമ്പോൾ ഒട്ടും പരിചിതമല്ലാത്തതായി നമുക്ക് സിഗ്നൽസ് പാസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഫെമിലിയർ ആയ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അതുകൊണ്ടാണ് അൺഫെമിലിയർ ആയ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റുള്ളവരോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചാൽ അവരെപ്പോഴും പറയുക ഇല്ലല്ലോ, നിന്റെ ശബ്ദത്തിന് കാര്യമായ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ്. കാരണം അവർ നേരിട്ട് കേൾക്കുന്ന വോയിസും നിങ്ങളുടെ റെക്കോർഡിംഗ് അവർ കേൾക്കുമ്പോൾ കിട്ടുന്ന ശബ്ദവും ഒന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ എന്ന വ്യക്തിയെ മറ്റുള്ളവർ അറിഞ്ഞതും മനസ്സിലാക്കിയതും എപ്പോഴും ഒരേ വോയിസിൽ തന്നെയാണ്. അതേ വോയിസ് സ്ട്രേഞ്ച് ആയി തോന്നുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും ഇത് നമ്മുടെ ശബ്ദം തന്നെയാണെന്നുള്ള ഐഡന്റിഫിക്കേഷനിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെയാണ് ഈ ആക്ടേഴ്സും സിംഗേഴ്സും എന്തിന് റേഡിയോ ജോക്കി പോലും അവരുടെ ശബ്ദത്തെ പിന്നീട് മോഡുലേറ്റ് ചെയ്ത് അടിപൊളിയാക്കി റെക്കോർഡിംഗിലേക്ക് കടക്കുന്നത്. ഇനി അടുത്ത തവണ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴോ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴോ മൈക്കിലൂടെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ നിങ്ങളുടെ വോയിസിൽ എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയാൽ ഒട്ടും പേടിക്കേണ്ട, നിങ്ങളുടെ വോയിസ് അടിപൊളിയാണ്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ഉള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും വരാം. ടിൽ ദെൻ അല്ലല്ല, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.